ഉത്തമ രാമഭക്തന്റെ സമ്പൂർണ്ണ ചരിതം. വീരഹനുമാൻ ഇന്നു മുതൽ വൈകുന്നേരം 6 മണിക്ക്. എന്താ മോളെ? ഈ മാസം രാജുവേട്ടനും സുമേച്ചിക്കും ശമ്പളം കൊടുത്തായിരുന്നോ? അവരുടെ ശമ്പളം അവരുടെ അക്കൗണ്ടിലാ കൊടുക്കുന്നത്. അത് കൃത്യമായ ദിവസം തന്നെ അവർക്ക് കിട്ടാറുണ്ടല്ലോ. എന്തുപറ്റി, അവര് പരാതി വല്ലതും പറഞ്ഞോ? ഇല്ല. പിന്നെന്താ? അല്ല, എനിക്ക് ശമ്പളം കിട്ടിയില്ല. ഞാനും അവരെ പോലെ പണിയെടുക്കുന്നല്ലേ, അപ്പോ എനിക്കും ശമ്പളം വേണ്ടേ? മോൾ എന്തൊക്കെയാ ഈ പറയുന്നേ? മോൾക്ക് എന്തിനാ ഒരു ശമ്പളത്തിന്റെ കണക്ക്? അതൊക്കെ മുൻപല്ലേ. മോളിപ്പോ ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയല്ലേ, വേലക്കാരിയായിട്ട് തന്നെയല്ലേ ഇവിടെ നിൽക്കുന്നത്. ചോദിച്ചതിൽ ക്ഷമിക്കണം. വീട്ടില് കുറച്ച് അത്യാവശ്യങ്ങളുണ്ട്. അച്ഛന് കൃത്യമായിട്ട് ജോലിയില്ല, അവര് നല്ല ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് എനിക്ക് ശമ്പളം വേണമെന്ന് പറഞ്ഞത്. ഹലോ, ഡേവിസ് അല്ലേ? നന്ദിനിയുടെ വീട്ടിലേക്ക് എല്ലാ മാസവും താൻ കൃത്യമായിട്ട് പണം അയക്കാറില്ലേ? ആര് പറഞ്ഞിട്ടാ താൻ അത് സ്റ്റോപ്പ് ചെയ്തത്? ഓക്കെ, പത്മ അങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ അത് എന്നെ അറിയിക്കേണ്ടതല്ലേ? താൻ ഫോൺ വയ്ക്ക, ഞാൻ സംസാരിച്ചിട്ട് വിളിക്കാം. സോറി മോളെ, അച്ഛൻ കരുതിയത് കൃത്യമായിട്ട് ഇപ്പോഴും നിങ്ങളുടെ വീട്ടിലേക്ക് തുക അയക്കുന്നുണ്ടെന്ന്. പത്മ എന്തോ തടസ്സം പറഞ്ഞപ്പോ അക്കൗണ്ടന്റ് അത് താൽക്കാലികമായിട്ട് നിർത്തിയതാ. മോള് പേടിക്കണ്ട, മോളുടെ കുടുംബത്തിന് ഒരു ബുദ്ധിമുട്ടും വരാതെ പണം അച്ഛൻ കൃത്യമായിട്ട് അയച്ചോളാം. എന്റെ ശമ്പളമായിട്ട് മതി. അതിനൊരു കണക്ക് നമ്മൾ തമ്മിൽ പറയണ്ട. ഈ കുടുംബവും മോളുടെ കുടുംബവും രണ്ടല്ല. എന്താ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. എന്താ? ഒന്നുമില്ല. അവളെന്താ നിങ്ങളോട് സംസാരിച്ചു? അത് അടുക്കളയിൽ എന്തോ സാധനം തീർന്നു, അത് പറഞ്ഞതാ. അതെന്തിനാ നിങ്ങളോട് പറയുന്നത്? അടുക്കളയിൽ സാധനം തീർന്ന അത് കൈകാര്യം ചെയ്യുന്ന രാജു അല്ലേ, അവനോടല്ലേ പറയണ്ടേ? ആരോട് പറഞ്ഞ എന്താ പത്മ? താനിതൊന്നൊരു പ്രശ്നമായിട്ട് എടുക്കണ്ട. ഞാനിതൊന്നും പ്രശ്നമായിട്ട് എടുക്കുന്നില്ല. പക്ഷേ ചില പ്രശ്നങ്ങൾ ഞാൻ കാണാതിരിക്കുന്നുമില്ല. പലർക്കും വേണ്ടി പതുക്കെ പതുക്കെ നിങ്ങൾ എന്റെ ശത്രുവായി മാറാൻ തുടങ്ങിയിട്ടുണ്ട്.